ഒരു ഇന്നലെ ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. ശരി. അപ്പോൾ ഇന്നലെ നമ്മളെല്ലാവരും നടുക്കത്തോടെയാണ് കേട്ടത്. രണ്ട് നടുക്കമായിരുന്നു. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഗുരുവായൂരിൽ വന്ന് തൊഴുതു നിൽക്കും. ഞാൻ ഒന്നും കൂടി നോക്കി, സ്ഥലം എങ്ങാനും മാറിപ്പോയി. ഞാൻ അവർക്ക് 2 തവണ ഒന്ന് വായിച്ചു നോക്കി. രണ്ട്, അത് ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന്, അനുമതിയുള്ള സ്ഥലത്ത് നിന്ന് ദൃശ്യങ്ങൾ എടുത്ത നമ്മുടെ റിപ്പോർട്ടർ രാജു ഗുരുവായൂരിനെ തല്ലും കിട്ടി. ആ വിഷ്വൽസ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി ഡിലീറ്റ് ചെയ്തു. പക്ഷേ സത്യം മാഞ്ഞു പോകില്ലല്ലോ. ചിത്രങ്ങൾ പുറത്തു വന്നു. ഏതായാലും വിവേക് കിരണിന് ഗുരുവായൂരിലെ ബ്രാഞ്ച് ഓഫീസിലോ ഏരിയ കമ്മിറ്റി ഓഫീസിലോ വന്നതാണെന്ന് ഇനി പറയാനും പറ്റില്ല. ആ വേഷമൊക്കെ ധരിച്ച് അങ്ങനെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകാൻ നിൽക്കുകയാണ്. ഇവർക്കൊക്കെ എപ്പോഴാണ് ദൈവവിശ്വാസം വന്നു തുടങ്ങിയതെന്ന് പണ്ട് തൊട്ടേ ഉണ്ട്. ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങനെ. പക്ഷേ അച്ഛൻ ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ വന്നതാവാം. അതെന്തോ ആയിക്കോട്ടെ, വ്യക്തിപരമാണ്. പക്ഷെ സമ്മതിച്ചാൽ മതിയെന്നേ. ഇപ്പോ ദൈവത്തെ, ദൈവികതയെ അംഗീകരിക്കുന്നതിലും വിശ്വസിക്കുന്നതിലും എന്താണ് കുഴപ്പം? ക്ഷേത്രത്തിലാണ് പോകുന്നത്, അതിന് ഇത്ര രഹസ്യമായി പോകുന്നത് എന്തിനാ? അത് പകർത്തിയ മാധ്യമ പ്രവർത്തകനെ എന്തിനാണ് കയ്യേറ്റം ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഭയക്കാൻ എന്തെങ്കിലും ഉണ്ട്? നാട്ടുകാർ മുഴുവനും അറിയുമോ? ഇത് മറ്റേ മീശമാധവൻ സിനിമയിലെ മറ്റേ വെടിവഴിപാട് പറയുമ്പോഴേ വിളിച്ച് പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സീനാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത്. എനിക്ക് മറ്റൊരു രംഗം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ മുൻപ് അമൃത TV-യിലായിരുന്നപ്പോൾ ഈ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ സന്നിധാനത്ത് വരികയാണ്. അപ്പോൾ അമൃതയുടെ ക്യാമറാമാൻ ഇങ്ങനെ പിന്നാലെയുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ദൃശ്യം, പെട്ടെന്ന് എന്തോ അനക്കം കേട്ട് VA അരുൺകുമാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ ക്യാമറ ഉണ്ട്, ഇങ്ങനെ അമ്പരം നിൽക്കുന്ന ദൃശ്യമാണ്. അത് വെച്ചിട്ട് നമ്മൾ ഒരുപാട് സറ്റയർ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, എല്ലാവരും വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കണം, വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർ മാറി നിൽക്കട്ടെ, അതല്ല വിഷയം. പക്ഷേ ഒളിഞ്ഞും പാത്തുമുള്ള, അതായത് ഇരട്ട നിലപാട്, ഇരട്ട താപ്പ്, അത് പുറത്തു കൊണ്ടുവരും. വാർത്തയിലേക്ക് നമുക്ക് പോകാം. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ. വിവേകിന്റെ ക്ഷേത്ര ദർശനം അതീവ രഹസ്യ സ്വഭാവത്തോടെ വേണം എന്നായിരുന്നു നിർദ്ദേശം. ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ജനം TV-യുടെ പ്രതിനിധി രാജു ഗുരുവായൂരിനെ ആക്രമിച്ചതും സംഭവം പുറത്താകുമെന്ന ഭയത്താലാണ്. വാർത്ത പുറത്തു വന്നാൽ ജനം TV-ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു ദേവസ്വം ജീവനക്കാരുടെ ഭീഷണി. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നു. സാനു, ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയാണ്. അതായത് അതീവ രഹസ്യമായി സംഭവിക്കേണ്ടിയിരുന്നത് എങ്ങനെ പുറത്തു വന്നു എന്ന ചോദ്യമാണ്. അപ്പോൾ അനുമതിയുണ്ട്, മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു പോകാൻ. ശരി, എന്താണ് വിവരങ്ങൾ? എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ സംഭവങ്ങൾ നടന്ന സ്ഥലത്താണ്. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ്. ഇതിന് തൊട്ട് പിൻഭാഗത്ത് ഗുരുവായൂർ ക്ഷേത്രം കാണാം. മുഖ്യമന്ത്രിയുടെ മകൻ ഈ വഴിയാണ് കടന്നു വരുന്നത്. ഈ വഴി വന്നിട്ട് ഈ ശ്രീവത്സത്തിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്നാണ് നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള രാജു ഗുരുവായൂർ ഈ വിഷ്വൽസ്, ഈ ദൃശ്യങ്ങളൊക്കെ തൻ്റെ ഫോണിൽ പകർത്തുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഗുരുവായൂർ ക്ഷേത്രം അത്രത്തോളം അടുത്താണുള്ളത്. അവിടെ ദർശനം നടത്തിയിട്ട് ഇപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെ അദ്ദേഹം ശ്രീവത്സത്തിലേക്ക് വരുന്നു. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ ഈ നിൽക്കുന്ന പ്രവേശന കവാടമുണ്ട്. ആ പ്രവേശന കവാടത്തിന് സമീപം ഈ ഒരു ആനയുടെ ദൃശ്യമുണ്ട്. അതിൻ്റെ ഒരു ഈ ഭാഗത്ത് നിന്ന് ഇവിടെ എല്ലാവരും നിന്ന് ചിത്രമൊക്കെ എടുക്കുന്നതാണ്. ഇവിടെ നിന്ന് അദ്ദേഹം ചിത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ചിത്രം എടുക്കുന്ന സമയത്തും നമ്മുടെ പ്രതിനിധി ഈ ഒരു വിഷ്വൽസ് പകർത്തുന്നുണ്ട്. ഇത് സംഭവം ഒപ്പം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ ആദ്യഘട്ടത്തിൽ എതിർക്കുന്നു. ഇതെടുക്കരുത്, ഇത് പുറത്തു പോകരുത് എന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് രാജുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഈ സുമേഷ് എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ ആളുകളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന, താൽക്കാലികമായിട്ട് പാർട്ടിയുടെ തിട്ടൂരം അനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന സുമേഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് വരുന്നു. രാജുവിനെ പിടിച്ച് തടയുന്നു. ഈ ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഫോണിൽ നിന്ന് നീക്കം ചെയ്യണമെന്നടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് രാജു അതിന് വിസമ്മതിക്കുന്നു. കാരണം ക്ഷേത്രവും ബന്ധപ്പെട്ട സ്ഥലത്തല്ല, ക്ഷേത്രത്തിന്റെ നിബന്ധനകൾ, നിയന്ത്രണമുള്ള പ്രദേശത്ത് നിന്നല്ല താനിത് ചിത്രീകരിച്ചിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ സുമേഷിനോട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊന്നും അംഗീകരിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് ഫോണിൽ നിന്ന് നീക്കം ചെയ്യണമെന്നൊരു തീരുമാനവും അല്ല നിലപാടുമായിട്ടാണ് ഈ സുമേഷും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഒപ്പം വന്നിട്ടുള്ള ആളുകളും നിലപാടെടുക്കുന്നത്. ഒപ്പം മാത്രമല്ല, നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടൊരു നിർദ്ദേശമുണ്ടായിരുന്നു. മകൻ്റെ സന്ദർശനം അതീവ രഹസ്യമായിട്ടായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. മകൻ
കേന്ദ്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലേക്കൂട്ടി ഗുരുവായൂർ ദേവസ്വത്തിൽ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അതിനാനുപാതികമായിട്ട് ഈ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ മകന് രഹസ്യ സന്ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരുന്നു. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളൊക്കെ പലപ്പോഴും CPM-ന്റെ തിട്ടോരമനുസരിച്ച് നിയമനം നടത്തുന്നു. അവർക്ക് ആനുപാതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ വലിയ വാർത്തയായിട്ടുള്ളതാണ്. താൽക്കാലിക നിയമനങ്ങളെല്ലാം പാർട്ടിയുടെ കത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു സംവിധാനത്തിലൂടെ പോകുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു സുമേഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലെല്ലാം. എന്തായാലും നമുക്കൊപ്പം ഇപ്പോൾ രാജു ഗുരുവായൂർ കൂടി ചേരുകയാണ്. ആ സംഭവങ്ങൾ കൂടുതൽ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കും. കാരണം ഈ ഫോണിൽ നിന്ന് അടക്കമുള്ള ദൃശ്യങ്ങൾ നീക്കം ചെയ്യുന്നു, ഒപ്പം തന്നെ അത് നീക്കം ചെയ്യില്ല എന്നുള്ള നിലപാടെടുത്തതാണ് രാജു. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ടാണ് രാജു ആ സംഭവങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്ന് വലിയ വാർത്തയായിട്ട് ദേവസ്വം പോലും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിട്ടുണ്ട്. എന്തായിരുന്നു ചേട്ടാ ഇന്നലെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മകൻ ഇവിടെ എത്തിയത്? ഇന്നലെ ഏകദേശം വൈകിട്ട് ഒരു 6:15 ആയിട്ടുണ്ടാവും. അദ്ദേഹം ഇത് രഹസ്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ കിട്ടിയതിനനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ അവിടുന്ന് പാഞ്ഞു വരുമ്പോൾ അവിടെ അമ്പലത്തിൽ നോക്കിയപ്പോൾ അമ്പലത്തിൽ ആൾ ഇല്ല. അപ്പോൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തിറങ്ങി എന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവിടെ നിന്ന് നമ്മൾ വന്ന് ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്നിട്ട് ഈ സുമേഷും അതേപോലെ തന്നെ അദ്ദേഹം കൂടിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു. ആ ഫോട്ടോ എടുക്കുന്നത് ഉടനെ തന്നെ ഞാനത് ചിത്രീകരിച്ചു. അത് ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അവരുടെ കുടുംബവും കൂടിയിട്ട് അങ്ങോട്ട് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിനനുസരിച്ച് ഞാനും അവരെ ഫോളോ ചെയ്തിട്ട് ഷൂട്ട് ചെയ്തു. ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അവരങ്ങോട്ട് കടന്നു പോകുന്നത് വരെ ഞാൻ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ ഞാൻ ചെന്നിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് 5 മിനിറ്റിനുള്ളിൽ ഒരു സ്ത്രീയും ഇവരുടെ കൂടെയുള്ള ഒരു പുരുഷനും കൂടി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ എടുത്ത വിഷ്വൽസ് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ സ്ത്രീയാണ് ആദ്യം പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരായാലും ശരി, എനിക്ക് ആ ചിത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങളൊരു സ്വകാര്യ സന്ദർശനം നടത്തിയതാണ്. ആ സ്വകാര്യ സന്ദർശനം നടത്തി വാർത്താ പ്രാധാന്യം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് വാർത്തയാക്കുന്നില്ല, അതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ പറയാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഉടനെ തന്നെ പറഞ്ഞു, അത് ശരിയാവില്ല, അവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നടക്കില്ല, ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കണ്ടിട്ടില്ല. ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു. ഇയാൾ പിന്നാലെ വന്നു, ഇവരെ കൂടെയുള്ള ആൾ പിന്നാലെ വന്നു. ഇവിടെ വന്നിട്ട് ഈ റോട്ടിലേക്ക് ഇറങ്ങിയ വഴിക്ക് അദ്ദേഹത്തിൻ്റെ ഈ കോളറിൽ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊരിക്കലും നടക്കില്ല, നിങ്ങളിങ്ങനെ ഗുണ്ടായുസം കാട്ടിയിട്ട് കാര്യമില്ല. ഞാൻ എടുത്തുള്ളത്, ഞാനൊരു മാധ്യമപ്രവർത്തനാണെന്ന് അവരോട് പറയുകയും ചെയ്തു. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എടുത്തുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വാർത്ത കൊടുക്കണമെങ്കിൽ വാർത്ത കൊടുക്കണ്ട, ഗുണ്ടായുസം കാട്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോണും പിടിച്ച് മേടിക്കാമെന്ന് വിചാരിക്കേണ്ട പറഞ്ഞു. അങ്ങനെ ഉടനെ എന്നെ അദ്ദേഹം ഈ കോളർമ പിടിച്ചിട്ടാണ് പിന്നെ ഇവിടുന്ന് അവിടം വരെ പോയത്. അവിടെ ചെന്ന് അവിടെ ആ തെക്കേ നട എത്തുന്ന വരെ ഇയാൾ എൻ്റെ പിന്നാലെ വന്നിട്ടും ഞാൻ ഒരു ഇലയ്ക്കും വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് കിഴക്കോട്ട് നടക്കുമ്പോൾ ഈ സുമേഷ്, ഇവർ നേരത്തെ ചിത്രം എടുത്ത സുമേഷ് അവിടെ നിന്ന് വരുന്നു, കിഴക്കുന്ന് വരുന്നുണ്ട്. ഈ സുമേഷിനോട് ഇയാൾ വിളിച്ച് പറഞ്ഞു, ഇയാൾ അത് ഡിലീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലായി ഇതെന്തോ പ്രശ്നത്തിലേക്കാണ് പോകണമെന്ന്. അപ്പോഴേക്കും സുമേഷ് വരുന്നു, എന്നെ പിടിക്കുന്നു. ഉടനെ തന്നെ എന്നെ പിടിച്ച് എൻ്റെ കൈ തിരിക്കുന്നു, അതുപോലെ കോളർ പിടിച്ച് കഴുത്ത് ചെരിക്കുന്നു. എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഫോൺ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് ഇട്ടിരുന്നത്. ആ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു തരത്തിലും ഞാൻ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ രണ്ടുപേരും ബലം പ്രയോഗിച്ച് എന്നെ പിടിച്ച് അവിടെ നിന്ന് തടങ്കലിലാക്കി. എനിക്ക് ഒരു നിലയ്ക്കും അപ്പോൾ ആ നാട്ടുകാർ മുഴുവൻ കൂടി എന്തോ ഞാൻ മാരകമായിട്ടുള്ളൊരു കുറ്റം ചെയ്തു എന്നുള്ള നിലയ്ക്കാണ് ആളുകൾ കൂടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിലൊരാൾ വന്നിട്ട് പറഞ്ഞു, എന്താണ് നിങ്ങൾ ഈ ആളെ ഇങ്ങനെ ചെയ്യണേ, ആളൊരു മാധ്യമപ്രവർത്തകനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ അല്പം കൂടി മര്യാദയുള്ള ആളായതുകൊണ്ട് ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ, മുഖ്യമന്ത്രിയുടെ മകൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിഷിൽ ഞാൻ എടുത്തു, ആ വിഷിൽ മായ്ക്കാൻ പറഞ്ഞിട്ടാണ് ഇവർ ഈ ചെയ്യുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ സംഭവമൊക്കെ വാർത്തയാകുമെന്ന് അറിഞ്ഞപ്പോൾ ഒരു സമരി സംഭാഷണമൊക്കെ ആയിട്ട് ദേവസ്വത്തിൻ്റെ ആളുകൾ വരികയും അതേപോലെ തന്നെ ഈ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല, അതെന്താണ് അതിലേക്ക്? അതായത് ഇത് സംഗതി പ്രശ്നമാണെന്ന് കണ്ടപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഉടനെ തന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഒരു തടങ്കലിൽ വെച്ചിരിക്കുകയാണ് സാർ, ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാം, രാജു എവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പം ഗണപതി അമ്പലത്തിൻ്റെ മുമ്പിലാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവരെന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് നേരെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ സംഭവം ഇവർ
ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അത് സ്വകാര്യ സന്ദർശനം, അത് വാർത്തയാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാർത്ത ആവണ്ടെങ്കിൽ വാർത്തയാവണ്ടാവും, സാറ് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാലും നമുക്ക് വാർത്തയാക്കണമെങ്കിൽ വാർത്തയാക്കണ്ട, അത്രയുള്ള കാര്യം, ഞങ്ങൾക്കിത് പ്രത്യേക വാർത്തയാക്കണമെന്നില്ല. പക്ഷേ അതിനെ ഈ ഗുണ്ടായിസം കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഗുണ്ടായിസം കാണിച്ചവരെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് അതിനുള്ള കാര്യം ഞാൻ ചെയ്തുകൊണ്ട് രാജു എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നെ പുറത്ത് തട്ടിയിട്ട് എന്നെ വിളിച്ചിട്ട് ആ അമ്പലത്തിൻ്റെ ആ വരാന്തയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു വിഷിൽ. ഞാൻ വിഷിൽ കാണിക്കാൻ, അപ്പോൾ എനിക്ക് കാണിച്ചു തന്നൂടെ എന്ന് പറഞ്ഞു. കാണിച്ചു തരുന്നതുകൊണ്ട് വിരോധമില്ല, ഞാൻ ഫോൺ തുറന്ന് കാണിച്ചു കൊടുത്തു.